എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും ഭാഗവതം കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 20. നമ്മളിത് അധ്യായം 24. 24ാമത്തെ അധ്യായത്തിലെ 58 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. നമ്മൾ രുദ്രഗീതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രചേതസ്സുകൾക്ക് മഹാദേവൻ ആ വിഷ്ണു സ്തുതി പറഞ്ഞു കൊടുക്കുന്നത്, അത് പറഞ്ഞു കൊടുക്കുന്നത് രുദ്രനായതുകൊണ്ട് അതിനെ രുദ്രഗീതം എന്ന് വിളിക്കുന്നു. അത് നമ്മൾ 58 ശ്ലോകം വരെ 33ാമത്തെ ശ്ലോകത്തിൽ ആരംഭിച്ചതാണ്. 58 ശ്ലോകം വരെ കണ്ടു. 58ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു? അതായത് ഭഗവാനെ അവിടുത്തെ ഗുണകഥകൾ നിത്യവും കേൾക്കുന്നതിലൂടെ മനസ്സ് ശുദ്ധമാവുകയും പുണ്യജലത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ശരീരം ശുദ്ധമാവുകയും ചെയ്ത സത്വഗുണം കൂടുതലുള്ള എല്ലാവരോടും കാരുണ്യ ഹൃദയമുള്ള ആ ഭക്തന്മാരുടെ, നിഷ്കളങ്കരായ ഭഗവത് ഭക്തന്മാർ, ഗുരുക്കന്മാർ, അവരുമായിട്ടുള്ള ഒരു സത്സംഗം, അവരുമായിട്ടൊന്ന് സംഗമം, അത് അവരോട് കൂടി ചേരാനുള്ള ഒരു ഭാഗ്യം, അതിനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ എന്ന് ഭഗവാൻ മഹാദേവൻ പ്രാർത്ഥിക്കുകയാണ്. വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ഭക്തന്മാർ, നിഷ്കളങ്ക ഭക്തരോട് കൂടി ചേരാൻ, അവരോടൊപ്പം സംഗമം, അവരോടൊപ്പം ഒരു നല്ല സത്സംഗത്തിൽ ഏർപ്പെടാനൊക്കെയുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ. അതായിരുന്നു 58ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഇന്ന് 59. അപ്പോൾ ഇതിൻ്റെ രുദ്രഗീതം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് ചൊല്ലണം. ഓക്കെ. അപ്പോൾ ഇന്ന് 59ാമത്തെ ശ്ലോകം. ന യസ്യ ചിത്തം ബഹിഃ അർത്ഥവിഭ്രമം തമോഗുഹായാം ച വിശുദ്ധമാവിശത് യത് ഭക്തിയോഗ അനുഗ്രഹീതമഞ്ജസാ മുനിഃ വിചഷ്ടേനനു തത്ര തേ ഗതിം. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? ഭഗവാനെ അങ്ങനെയുള്ള ഗുരുവിനെ, അങ്ങനെയുള്ള ഒരു നിഷ്കളങ്ക ഭക്തനെ, ഭക്തനുമായിട്ടുള്ള ഒരു സംഗമം, അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരാളെ ഗുരുവായിട്ട്, അങ്ങനെ ഒരു ഭക്തനോട് കൂടിച്ചേരുമ്പോൾ, ഭക്തനുമായിട്ട് ബന്ധം വരുമ്പോൾ, സത്സംഗത്തിലൂടെ നമ്മൾ എന്തറിയുന്നു അതാണ് ആ പറയുന്നത്. യസ്യ ചിത്തം, ആരുടെ മനസ്സാണോ, ബഹിഃ അർത്ഥവിഭ്രമം, ബഹി പുറത്തുള്ള അർത്ഥം, വിഷയങ്ങളിൽ വിഭ്രമിക്കാതെ, എന്ന് വെച്ചാൽ വിഭ്രമിക്കാതെ ഇരിക്കുന്നത്, അങ്ങനെ വിഭ്രമിക്കാതെ തമോ ഗുഹായാം, അതായത് തമോ ഗുണം, അജ്ഞാനത്തിൻ്റെ ഗുഹ, ആ ആഴത്തിലേക്ക് വീഴുപോകാതെയും വിശുദ്ധം ആവിശത്, പരിശുദ്ധമാകുന്നതിലേക്ക് ആവിശത്, പ്രവേശിക്കപ്പെടുന്നത്, അതായത് പരിശുദ്ധമായി തീരുന്നത്. ആരുടെ ഹൃദയമാണോ ഈ ചുറ്റുപാടും കാണുന്ന ഭൗതികമായ വിഷയങ്ങൾ, യഥാർത്ഥമല്ലാത്ത, സത്യമല്ലാത്ത ഈ ഭൗതികമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകാതെ, ആ തമോ ഗുണത്തിൽ, അജ്ഞാനത്തിൽ ഇങ്ങനെ പെട്ടുപോകാതെ ശുദ്ധീകരിക്കപ്പെടുന്നത്. അതെങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? യത് ഭക്തി യോഗ അനുഗ്രഹീതം മുനിഃ, ആരുടെ, യത് ഭക്തി, ആരുടെ എന്ന് വെച്ചാൽ ഇവിടെ മുനിമാരുടെ, ആ നിഷ്കളങ്ക ഭക്തരായിട്ടുള്ള ഗുരുക്കന്മാരുടെ, മുനിമാരുടെ ഭക്തിയോഗത്തിൻ്റെ ശക്തിയാൽ കിട്ടുന്ന അനുഗ്രഹീതം, അനുഗ്രഹത്താൽ, അഞ്ജസ എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ, വിചഷ്ടേ എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു, തത്ര തേ ഗതിയും, തത്ര ഭഗവാനെ അപ്പോൾ അവിടെ അവിടുത്തെ ഗതിയും, അവിടുത്തെ ഗതി എന്ന് വെച്ചാൽ അവിടുത്തെ തത്വം, ഈശ്വര തത്വം യഥാർത്ഥത്തിൽ എന്താണെന്ന്
അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആരുടെ മനസ്സാണോ ഈ ഭൗതിക വിഷയങ്ങളിലൊന്നും വലിയ ആസക്തികളൊന്നും ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ അജ്ഞാനത്തിൽ പെടാതിരിക്കുന്നത്, അത് ഒരു ഗുരുവിൻ്റെ ഇതുപോലെയുള്ള ഭക്തന്മാരുടെ നിഷ്കളങ്ക ഭക്തന്മാരുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് അത് സാധ്യമാവുന്നത്. അവരുടെ സത്സംഗങ്ങൾ നിത്യവും കേൾക്കുന്നതിലൂടെ, ആ സമ്പർക്കത്തിലൂടെ അത് ആ ഒരു മനസ്സ് കൂടുതൽ ഭൗതിക വിഷയങ്ങളിലേക്കൊന്നും പോകാതെ അജ്ഞാനത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന് ശരിയായ ജ്ഞാനം പ്രകാശിക്കുമ്പോൾ അതെന്താണ് സംഭവിക്കുന്നത്? വളരെ എളുപ്പത്തിൽ ഈശ്വരൻ എന്താണ് എന്ന യഥാർത്ഥ തത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈശ്വരൻ എന്താണ് എന്ന യഥാർത്ഥ തത്വത്തെ ഒരുവന് കാണിച്ചു കൊടുക്കുന്നത് ഇതുപോലെയുള്ള ഭക്തരാണ്. അപ്പോൾ ആ ഭക്തൻ്റെ സവിശേഷത നേരത്തെ പറഞ്ഞുവല്ലോ. എങ്ങനെയുള്ളവരാണ് ആ യഥാർത്ഥ ഭക്തരെന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സുകൊണ്ട് സർവസ്വവും സമർപ്പിച്ചവനാണ് യഥാർത്ഥ ഭക്തൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭക്തനുമായിട്ടുള്ള സംഗമം ഞങ്ങൾക്ക് സാധിച്ചാൽ വളരെ എളുപ്പത്തിൽ ഈശ്വരൻ എന്താണ് എന്ന യഥാർത്ഥ തത്വത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്ന ആ ഈശ്വര തത്വം എന്താണ്? അതാണ് ഇനി ശ്ലോകം 60 പറയുന്നത് കേട്ടോ. എന്താണ് ആ ഒരു ഭക്തനിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഈശ്വര തത്വം? അതെന്താണെന്നാണ് പറയുന്നത് കേട്ടോ. യത്ര ഇദം വ്യജ്യതേ വിശ്വം വിശ്വസ്മിൻ അവഭാതി യത് തത് ത്വം ബ്രഹ്മ പരം ജ്യോതി ആകാശം ഇവ വിസ്തൃതം. യത്ര എവിടെ നിന്നാണോ ഇദം ഈ ഒരു വിശ്വം, ഈ ഒരു പ്രപഞ്ചം, വ്യജ്യതേ ആവിർഭവിക്കപ്പെട്ടത്, എന്തിൽ നിന്നാണോ എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചത്, വിശ്വ അസ്മിൻ ഈ ഒരു പ്രപഞ്ചം മുഴുവനും അവബാധി പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം എന്താണോ, എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചത്, ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, ഒരു കുത്തിട്ട സ്ഥലം പോലും ആ ശക്തി ഇല്ലാത്തൊരു സ്ഥലം ഇല്ല. ഒരു പേന കൊണ്ട് ഒരു കുത്തിട്ട സ്ഥലം പോലും ഇല്ല. അത്രയ്ക്ക് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ ശക്തി അതെന്താണ്? ആകാശം ഇവ വിസ്തൃതം, ആകാശം പോലെ വിസ്തൃതമായിട്ടുള്ളതാണെന്ന്. നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ ആകാശം കാണുന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ആകാശം കാണാതെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആകാശം പോലെ വിസ്തൃതമായിട്ട്, എന്തിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, എന്താണോ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി, ആകാശം പോലെ വിസ്തൃതമായി നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി, പരം ജ്യോതിയായിരിക്കുന്ന ബ്രഹ്മഹ, ആ പരബ്രഹ്മം എന്ന് പറയുന്നത് അത് ത്വം, നീ തന്നെയാണെന്ന തത്വത്തെ ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ എവിടെ പോയി ഈശ്വര തത്വം? ആ ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭക്തനുമായി സത്സംഗത്തിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ശരിയായ ഈശ്വര തത്വം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ച ഈശ്വര തത്വം എന്താണ് എന്നാണ് 60ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഈ പ്രപഞ്ചം എന്തിൽ നിന്നാണോ ഉത്ഭവിച്ചത്, ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ശക്തി ചൈതന്യം ഏതാണോ, ആകാശം പോലെ വിസ്തൃതമായി നിൽക്കുന്ന ആ പരംജ്യോതിയാകുന്ന പരബ്രഹ്മം, അത് നീ തന്നെയാണെന്ന് നീ തിരിച്ചറിയുന്നു. അപ്പം ഈശ്വരൻ ആരാ? അതാണ് യഥാർത്ഥ ഈശ്വര തത്വം. നമ്മിൽ നിന്നും വേറിട്ടൊരു ശക്തിയല്ല ഈശ്വരൻ എന്ന തിരിച്ചറിവാണ് ആ ഒരു സത്സംഗത്തിലൂടെ, ഈ ഒരു സമ്പർക്കത്തിലൂടെ, യഥാർത്ഥ ഭക്തരുമായിട്ടുള്ള സംയോഗത്തിലൂടെ ഒരുവന് സാധിക്കുന്നത്. ഈശ്വരൻ ആരാണ്? എന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, എനിക്ക് എന്തെങ്കിലും വരുമ്പോൾ മാറി നിൽക്കേണ്ട ഒരു ശക്തിയല്ല, ആ ചൈതന്യത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയൂ. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളും, എൻ്റെ ശരീരത്തിലെ, എൻ്റെ കുടുംബത്തിലെ, എൻ്റെ ജീവിതത്തിലെ, എന്നിൽ എന്തൊക്കെ മാറ്റം വന്നാലും എനിക്ക് മാറി നിൽക്കാൻ കഴിയുന്നൊരു ചൈതന്യമല്ല അത്. അതാണ് യഥാർത്ഥ ഈശ്വര തത്വം. അവിടെയാണ് തിരിച്ചറിയേണ്ടത്. ഒന്നിൽ നിന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന്. കാരണം ഈ പ്രപഞ്ചം മുഴുവനും അതിലൊരു പേന കൊണ്ടൊരു കുത്തിട്ട ഒരു സ്പോട്ട് പോലും ആ ചൈതന്യം ഇല്ലാത്തതില്ല. അങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന ആ ചൈതന്യത്തിൽ നിന്നും എങ്ങനെ ഞാൻ വേറിട്ട് നിൽക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതാണ് യഥാർത്ഥ ഈശ്വര തത്വം. ആ തത്വത്തെ ഒരു യഥാർത്ഥ ഭക്തനിൽ നിന്നുമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ, അവരുമായിട്ടുള്ള സംയോഗത്തിലൂടെ, അവരുടെ സമ്പർക്കത്തിലൂടെ, സത്സംഗത്തിലൂടെയാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര തത്വം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്ലോകം 61. യഹ മായയാ ഇദം പുരുരൂപയ അസൃജത് ബിഭർത്തി ഭൂയഃ ക്ഷപയതി അവിക്രിയഃ യത് ഭേദബുദ്ധിഃ
യത് ഭേദബുദ്ധിഹി സദ് ഇവ ആത്മദുരസ്തയാ ത്വം ആത്മതന്ത്രം ഭഗവാൻ പ്രതീമഹി. യഹ ഭഗവാനെ, അങ്ങ് മായയായുധം, എന്നിട്ട് പറയാണ് അങ്ങയുടെ തന്നെ യോഗമായ ശക്തിയെ ഉപയോഗിച്ച് ഇതം ഈ പ്രപഞ്ചത്തിൽ പുരുരൂപയ പല രൂപത്തിലുള്ളവയെ അസൃജത്ത് സൃഷ്ടിച്ചു. അങ്ങ് ആ പുരുഷന്റെ തന്നെ ഭാഗമായ പ്രകൃതിയുടെ യോഗമായ ശക്തിയെ ഉണർത്തിയിട്ട്, ശക്തി ഉണർന്നപ്പോൾ സത്വരജ തമോ ഗുണങ്ങൾ ഉണർന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ പല പല രൂപഭാവങ്ങളിൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ബിഭർത്തി പരിപാലിച്ചു. ഭൂയഹ വീണ്ടും ക്ഷപയതി അതിനെ നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവിക്രിയഃ ആ പുരുഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് നമ്മൾ പഠിച്ച തത്വം തന്നെയാണ്, മനസ്സിലാക്കിയ തത്വം തന്നെയാണ്. യഥാർത്ഥത്തിൽ ആ പുരുഷൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ആ പുരുഷൻ ഇച്ഛിക്കുന്നതും പുരുഷന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന പ്രകൃതിയുടെ യോഗമായ ആ ശക്തി ഉണരുന്നതും മായ ഉണർന്ന് ഈ പ്രപഞ്ചത്തിലെ പല പല ആ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ വരുന്നതാണ് ഈ രൂപങ്ങളൊക്കെ. എല്ലാ പല പല ഭാവങ്ങളിൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചു, പരിപാലിച്ചു, അവസാനം സംഹരിക്കുകയും ചെയ്തു. എന്നാൽ ആ പുരുഷൻ ഒന്നും ഒരു കർമ്മവും ചെയ്യാതെ നിൽക്കുന്നു. അവിടെ ആരാ പ്രവർത്തിക്കുന്നത്? മായയാണ് പ്രവർത്തിക്കുന്നത്. ആ മായ യത് ഭേദബുദ്ധി, നമ്മുടെയൊക്കെ ഉള്ളിൽ ഭേദബുദ്ധി, അതായത് ഇതൊക്കെ പലതാണല്ലോ. മനുഷ്യർ വേറെ, മൃഗങ്ങൾ വേറെ, സസ്യങ്ങൾ വേറെ, പക്ഷിമൃഗാദികൾ വേറെ, മത്സ്യങ്ങൾ വേറെ, ഇനി മനുഷ്യരിൽ തന്നെ സ്ത്രീ വേറെ, പുരുഷൻ വേറെ, നീ ഞാൻ, ഇങ്ങനെയുള്ള ഭേദചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് സദ് ഇവ ഇതൊക്കെ ഈ കാണുന്ന ഭേദമായിട്ട്, അതായത് ഈ കാണുന്ന ദ്വൈതമാണ് യഥാർത്ഥം. സദ് ഏവ എന്ന് വെച്ചാൽ ഇത് യഥാർത്ഥമാണ്, ഇത് സത്താണ് എന്ന് നമ്മളെ തോന്നിപ്പിച്ചിട്ട് ആത്മദുരസ്തയ ആത്മാവിനെ മറച്ചു പിടിക്കുന്നതും ആ മായയാണ് എന്ന്. ആത്മാവിനെ മറച്ചു പിടിക്കുന്നതും ഈ കാണുന്ന ഭേദബുദ്ധിയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണർത്തി, ദ്വൈത ചിന്തയൊക്കെ ഉണർത്തി ഈ കാണുന്ന ലോകമാണ് യാഥാർത്ഥ്യം എന്ന് നമ്മളെ തോന്നിപ്പിച്ച് ആത്മാവിനെ മറയ്ക്കുന്നതും ആ മായ തന്നെയാണ്. എന്നാൽ ത്വം യഥാർത്ഥത്തിൽ അങ്ങ് ആത്മതന്ത്രം പൂർണ്ണ സ്വതന്ത്രനാണെന്ന് ഭഗവാൻ, അല്ലയോ ഭഗവാനെ, പ്രതീമഹി ഞാൻ അറിഞ്ഞത് ആ സത്സംഗത്തിലൂടെയാണ്. മനസ്സിലായ? അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാരുമായുള്ള സത്സംഗത്തിലൂടെയാണ് യഥാർത്ഥ ഈശ്വര തത്വത്തെ മനസ്സിലാക്കിയത്. അങ്ങ് തന്നെയാണ് അങ്ങയുടെ മായാശക്തിയെ ഉണർത്തിയിട്ട് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിച്ചു, പരിപാലിച്ചു, സംഹരിച്ചു. എന്നാൽ അങ്ങ് ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നു. മായയാണ് ഇവിടെ കർമ്മത്തെ ചെയ്യുന്നത്. ആ മായ ഇവിടെ ഭേദചിന്തകളെ പല പല ഭാവങ്ങളിലുണ്ട്. സൃഷ്ടി നടത്തിയപ്പോൾ എല്ലാം വ്യത്യസ്തമാണെന്ന് തോന്നിപ്പിച്ച് ഈ വ്യത്യസ്ത രൂപത്തിലുള്ള പ്രപഞ്ചം യഥാർത്ഥമാണെന്നും നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിച്ച് ആത്മാവിനെ മറച്ചു പിടിക്കുന്നതുമായ ആ അങ്ങയുടെ തന്നെ പ്രകൃതിയാണ് ഇതിനെയൊക്കെ മറച്ചു പിടിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പരമപുരുഷനായ അങ്ങ് പൂർണ്ണ സ്വതന്ത്രനാണെന്ന് ആ ഒരു സത്സംഗത്തിലൂടെയാണ് ഭഗവാനെ, ആ ഭക്തരുമായിട്ടുള്ള സത്സംഗത്തിലൂടെയാണ് ഭഗവാനെ ഞാൻ അറിയുന്നത്. ഇപ്പം മഹാദേവനാണ് ആ പറയുന്നത് കേട്ടാ, ഞങ്ങൾ അറിയുന്നത്. ശ്ലോകം 62. ക്രിയാകലാപൈഹി ഇദം ഏവ യോഗിനഃ ശ്രദ്ധ അന്വിതഃ സാധു യജന്തി സിദ്ധയേ ഭൂത ഇന്ദ്രിയ അന്ധകരണ ഉപലക്ഷിതം വേദേച്ച തന്ത്രേച്ച ത ഏവ കോവിദഃ. ക്രിയാകലാപൈ ഇദം ഏവ യോഗികൾ പോലും ക്രിയാകലാപൈ പല വിധത്തിലുള്ള ക്രിയകൾ ചെയ്യുന്നു. അതായത് നാമജപങ്ങൾ നടത്തുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ധ്യാനം ചെയ്യുന്നു, പൂജാതി കർമ്മങ്ങൾ, യാഗയജ്ഞാതി കർമ്മങ്ങൾ ചെയ്യുന്നു, ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്നു, മൗനവ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള കർമ്മങ്ങൾ ശ്രദ്ധയാ അന്വിത വളരെ ശ്രദ്ധയോടെ സാധു യജന്തി ഉചിതമായ രീതിയിൽ ചെയ്യുന്നു. സിദ്ധയെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടെന്ന് അവരെന്താണോ ആഗ്രഹിച്ചത് ആ മുക്തിയാകുന്ന പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ട് യോഗികൾ പോലും ആ ഒരു യോഗാവസ്ഥയിൽ എത്തിയെങ്കിൽ പോലും ഈ ദ്വൈതമാകുന്ന ലോകത്ത് അനുവർത്തിക്കുന്ന വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്രിയകളും ഭഗവാനെ ഒരു ശരീര രൂപത്തിലാണല്ലോ ദ്വൈത രൂപത്തിൽ ആരാധിക്കുന്നത്.
ഈ സാധാരണ ജനങ്ങളുടെയൊക്കെ മനസ്സിലെല്ലാം ദ്വൈതമാണല്ലോ, ഒക്കെ വ്യത്യാസം, ഭഗവാൻ വേറെ ഞാൻ വേറെ എന്നൊക്കെയുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഭഗവാനെ പല പല രൂപങ്ങളിൽ ബ്രഹ്മാവായും ശിവനായും പല രൂപത്തിൽ ദേവീദേവന്മാരുടെ രൂപത്തിൽ ആ ഭഗവാനെ, ആ പരമശക്തിയെ, ജ്ഞാനസ്വരൂപനായ ഈശ്വരനെ, സർവേശ്വരനെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ സർവേശ്വരനെ പല രൂപത്തിൽ ആരാധിക്കുന്നു. യോഗികൾ പോലും അങ്ങനെയുള്ള മൗനവ്രതം, പല പല യാഗയജ്ഞാദി കർമ്മങ്ങൾ, ഉപവാസം, അങ്ങനെ പല കർമ്മങ്ങളിലൂടെയും പലവിധ കർമ്മങ്ങളിലൂടെയും ഭഗവാനെ, അങ്ങയെ ഉചിതമായ വണ്ണം ശ്രദ്ധയോടെ ആരാധിക്കുന്നു. ഏത് രൂപത്തിലുള്ള അങ്ങയെ? ഭൂത ഇന്ദ്രിയ അന്ധകരണ ഉപലക്ഷിതം, പഞ്ചഭൂതങ്ങളാൽ പഞ്ചേന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും ഒക്കെ കൂടിച്ചേർന്ന് ഒരു ശരീരരൂപത്തിൽ നമ്മൾ സങ്കല്പിക്കുന്ന ഭഗവാനെ ഇങ്ങനെ ഉപാസിക്കുന്നു. അങ്ങനെ വേദേച്ച തന്ത്രേച്ച ഏവ കോവിദഃ, വേദങ്ങളിലും തന്ത്രങ്ങളിലും അവർ പാണ്ഡിത്യം നേടുകയും ചെയ്യുന്നു. അപ്പം രണ്ടും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. മനസ്സ് അദ്വൈതത്തിലാണ് അവരുടെ നിൽക്കുന്നത്, യോഗികളുടെ. ആ ഭഗവാനുമായി യോഗാവസ്ഥയിലെത്തി എങ്കിൽ പോലും അവർ പഞ്ചഭൂതങ്ങളാലും പഞ്ചേന്ദ്രിയങ്ങളാലും അന്ധകരണം കൊണ്ടും ഇവയെല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന ഭഗവാന്റെ ശരീരരൂപങ്ങൾ, അതായത് ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹാദേവൻ, അങ്ങനെയൊക്കെ പരമജ്യോതിക്ക് പേരില്ലല്ലോ, അത് അക്ഷരമാണ്, അത് ഒരിക്കലും നശിക്കാത്ത ശാശ്വത സത്യമാണ് പരബ്രഹ്മം. ആ പരമപുരുഷനെ, ആ പ്രകൃതിയെ പല പല രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നു. ആ ആരാധിക്കുന്ന രൂപങ്ങളൊക്കെ എങ്ങനെയുണ്ടാവുക? ശരീരമാവുമ്പോൾ തീർച്ചയായും പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ അന്ധകരണം ഒക്കെ കൂടി ചേർന്നതാണല്ലോ ഒരു ശരീരരൂപം. അങ്ങനെയുള്ള ശരീരരൂപത്തിലുള്ള ഭഗവാനെ ദ്വൈതഭാവത്തിൽ, അതാത് യാഗയജ്ഞാദി പലവിധ കർമ്മങ്ങളിലൂടെ ശ്രദ്ധയോടെ ഉചിതമായ രീതിയിൽ യോഗികൾ പോലും അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർ വേദങ്ങളിൽ, അപ്പം അങ്ങനെയൊക്കെയുള്ള യാഗയജ്ഞാദി കർമ്മങ്ങളും ഉപവാസമൊക്കെ അനുഷ്ഠിക്കണമെങ്കിൽ വേദത്തിൽ പാണ്ഡിത്യം നേടണം. കാരണം ഇത്തരം കർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വേദങ്ങളിലാണ്. അങ്ങനെ വേദങ്ങളിലും തന്ത്രങ്ങളിലും ഒക്കെ അവർ പാണ്ഡിത്യവും നേടുന്നു. അപ്പോൾ അവിടെ ഭക്തിയെ ഉപേക്ഷിക്കാൻ യോഗികൾക്ക് പോലും കഴിയില്ല എന്നാണ് ആ പറയുന്നത്. മനസ്സിലായോ? ആ ഭക്തിയെ ഇങ്ങനെ പ്രകടിപ്പിക്കാൻ, ഒരു രൂപത്തിലുള്ള ഭഗവാനോടുള്ള ഭക്തിയെ പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളെ അത് യോഗികൾ പോലും വേണ്ടെന്ന് വെക്കില്ല, ഉപേക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ശ്ലോകം 63. ത്വമേക ആദ്യ പുരുഷഃ സുപ്തശക്തിഃ സ്തയാ രജ സത്വ തമോ വിഭിദ്യതേ മഹാനഹം ഗം മരുത് അഗ്നി വാ ധര സുര ഋഷയോ ഭൂതഗണായിദം യതഃ. ത്വം ഏക, ഭഗവാനെ, ആ ഭക്തരുമായുള്ള സത്സംഗം വരുമ്പോൾ ഭഗവത് തത്വം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാനെ, ത്വം ഏകഃ, അങ്ങ് ഏകനാണ്. ആദ്യ പുരുഷനാണ്. സുപ്തശക്തി, അങ്ങ് ആ യോഗനിദ്രയിൽ അമരുമ്പോൾ തയാ, ആ യോഗമായ ശക്തി, രജ സത്വ തമോ വിഭിദ്യതേ, ആ സത്വഗുണം രജോ ഗുണം തമോ ഗുണത്തിൽ വ്യതിചലനം ഉണ്ടാക്കിയിട്ട് മഹത്തത്വം, അഹം, പിന്നാലെ അഹങ്കാരതത്വം, പിന്നാലെ ഘം, ആകാശം, മരുത്, വായു, അഗ്നി, അതുപോലെ വഹ എന്ന് വെച്ചാൽ ജലം, ധര, ഭൂമി, സുര ഋഷയ, ദേവന്മാർ, മഹർഷിമാർ, ഭൂതഗണായിദം യതഃ, ഭൂതഗണങ്ങൾ, ഇവയെല്ലാത്തിനെയും സൃഷ്ടിച്ചു. അങ്ങ് തന്നെയാണ് ഇതെല്ലാം ആയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടില്ലേ, ഒരു തല വേര് മുകളിലോട്ടും ശാഖകൾ താഴോട്ടുമായി നിൽക്കുന്ന ഒരു ആൽമര വൃക്ഷം. ആ വേര് എന്ന് പറയുന്നത് ഒന്നാണ്, ആ ഒന്നിൽ നിന്നാണ് പല ശാഖകൾ ഉണ്ടായത്. അതുപോലെ പരമപുരുഷൻ ഇച്ഛിച്ചതും പ്രകൃതി എന്ന ഉണർന്നതും മായ ഉണർന്നതും ഭഗവാന്റെ ഇച്ഛ, എനിക്ക് എന്നെ സ്വയം അറിയണമെങ്കിൽ ആ ഒരു ശരീരരൂപത്തെ സൃഷ്ടിക്കാൻ പഞ്ചഭൂതങ്ങൾ, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ഇവയെല്ലാം ഉണ്ടായി. അതാണ് ആദ്യം മഹത്തത്വം, അഹങ്കാരതത്വം, ഇവയെല്ലാം. പിന്നെ ആ പഞ്ചഭൂതങ്ങൾ, അതാണ് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. പിന്നീട് അത് പഞ്ചതന്മാത്രകളൊക്കെ ചേർന്ന് ദേവന്മാർ, മഹർഷിമാർ, മറ്റു ഭൂതഗണങ്ങൾ, ഇവയെല്ലാം ഉണ്ടായി. അപ്പോൾ പല പല ശാഖകളായി പിരിഞ്ഞത് അങ്ങ് തന്നെയാണല്ലോ ഇവയെല്ലാമായി തീർന്നതും എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കിയ ഈശ്വര തത്വത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്.
ശ്ലോകം 64. സൃഷ്ടം സ്വശക്ത്യാ ഇദം അനുപ്രവിഷ്ട ചതുർവിധം പുരം ആത്മ അംശകേന അധോ വിദുഹൂതം പുരുഷം സന്തം അന്തഃ ഭുങ്ക്തേ ഹൃഷീകൈ മധു സാരകം യഹഃ. സൃഷ്ടം, ആ സൃഷ്ടി നടത്തിയ അങ്ങനെ അങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ബാക്കി പഞ്ചഭൂതങ്ങളെല്ലാം സൃഷ്ടിച്ചു. ദേവന്മാർ, ഋഷിമാർ എല്ലാം ഉണ്ടായി, ഭൂതഗണങ്ങളൊക്കെ ഉണ്ടായി പറഞ്ഞില്ലേ. സൃഷ്ടം സ്വശക്തിയ, ഇങ്ങനെ സ്വന്തം ശക്തി ഉപയോഗിച്ച് ഭഗവാൻ സൃഷ്ടി നടത്തിയതിന് ശേഷം ഇതം, ആ സൃഷ്ടിച്ചതിൻ്റെ ഉള്ളിലേക്ക് അനുപ്രവിഷ്ട, പ്രവേശിച്ചു എന്ന്. ചതുർവിധം, 4 വിധത്തിലുള്ള ശരീരങ്ങളിലേക്കും പുരം, 4 വിധത്തിലുള്ള ശരീരങ്ങളിലേക്കും ചതുർവിധം പുരം ആത്മ അംശകേന, ജീവാത്മരൂപത്തിൽ അങ്ങ് പ്രവേശിച്ചു. അപ്പോൾ എല്ലാത്തിനെയും ആ മായ സൃഷ്ടിച്ചതിന് ശേഷം ഇതൊന്നും ചലിക്കാതെ നിൽക്കുമ്പോൾ അങ്ങ് തന്നെ എല്ലാ ശരീരത്തിൻ്റെയും ഉള്ളിലേക്ക് ആ ജീവാത്മാവിൻ്റെ രൂപത്തിൽ എല്ലാ ശരീരങ്ങളിലേക്കും പ്രവേശിച്ചു. അതുകൊണ്ട് തന്നെ വിദുഹൂതം, അറിയപ്പെടുന്നു, പുരുഷം, ആ പുരുഷനെ സന്തം അന്തഃ, സന്തം അന്തഃ, അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ, പുരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ, എന്ന് പുരുഷൻ എന്ന് അറിയപ്പെടുന്നത് എന്ന്. സന്തം അന്തഃ, പുരത്തിൻ്റെ ഉള്ളിൽ അകത്ത് വസിക്കുന്നവനാണ് പുരുഷൻ എന്നറിയപ്പെടുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ പുരുഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നിട്ട് ആ ശരീരത്തിൻ്റെ ഉള്ളിൽ പുരുഷൻ വസിച്ചിട്ട് ഭുങ്ക്തേ, അനുഭവിക്കുന്നു, ഹൃഷീകൈ, ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാത്തിനെയും അനുഭവിക്കുന്നു. എന്തിനെയാണ്? മധു സാരകം യഹ, എപ്രകാരമാണോ മധു, മാധുര്യം, സാരകം എന്ന് വെച്ചാൽ തേനിൻ്റെ, എപ്രകാരമാണോ തേനിൻ്റെ മാധുര്യത്തെ അനുഭവിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എപ്രകാരമാണോ തേനിൻ്റെ മാധുര്യത്തെ, തേനീച്ചകൾ തേൻ ശേഖരിച്ച് കൂട്ടിൽ വെച്ചിട്ട് പതുക്കെ തേനിൻ്റെ മാധുര്യത്തെ അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നത് പോലെ ഇവയെല്ലാം സൃഷ്ടിച്ച് ആ പരമപുരുഷൻ ജീവാത്മരൂപത്തിൽ ഈ ശരീരങ്ങളുടെയൊക്കെ ഉള്ളിൽ പ്രവേശിച്ചതുകൊണ്ട് ആ പരമപുരുഷനെ വിളിക്കുന്നു പുരത്തിൽ വസിക്കുന്നവൻ പുരുഷൻ എന്ന്. ആ പുരത്തിൽ ഇരുന്നു കൊണ്ട് ആ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കുന്നു എന്ന് മനസ്സിലായോ? ആ പുരത്തിൽ ഇരുന്നു കൊണ്ട്, ആ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഇതിനെയൊക്കെ ആസ്വദിക്കുന്നു. അതാണ് തേനീച്ചകൾ തേൻ ശേഖരിച്ചു കൊടുന്നു വെച്ചിട്ട് ആ തേനിൻ്റെ രുചി, മാധുര്യത്തെ അനുഭവിക്കുന്നത് പോലെ പുരത്തിലിരുന്നു കൊണ്ട് ആ ആത്മാവ് ഇതിനെയെല്ലാം, ഈ പ്രപഞ്ചത്തെ ഇതിനെയെല്ലാം അനുഭവിക്കുക, ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആ ഒരു ഭക്തന്മായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ശ്ലോകം 65. സഹയേഷ ലോകാൻ അതിചണ്ഡവേഗഃ വികർഷസി ത്വം ഖലു കാലയാനഃ ഭൂതാനി ഭൂതൈഃ അനുമേയ തത് തത്വഃ ഘനാവലി വായുഃ ഇവ അവിഷഹ്യഃ. സഹ, ആ ഭഗവാൻ തന്നെയാണ്, സഹയേഷ, ആ ഭഗവാൻ തന്നെയാണ് ലോകാൻ, ഈ ലോകത്തെ മുഴുവനും അതിചണ്ഡവേഗഃ, വളരെ വേഗത്തിൽ വികർഷസി, നശിപ്പിച്ച് തന്നിലേക്ക്, സംഹരിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്നത്. ത്വം ഖലു, അങ്ങ് തന്നെയാണല്ലോ. അത് കാലയാനഃ, നിശ്ചിത കാലത്തിനുള്ളിൽ, ഓരോന്നിനും ഓരോ കാലമുണ്ട് അല്ലേ, നശിക്കാൻ കാലമുണ്ട്. നിശ്ചിത സമയത്ത്, ആ സമയത്തിൽ കാലസ്വരൂപനായി വന്നുകൊണ്ട് അങ്ങ് തന്നെയാണ് ഈ സൃഷ്ടിച്ചവയെ ഒക്കെ നശിപ്പിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ ഇച്ഛിച്ച് മായ ഉണർന്ന് എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ഭഗവാൻ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആത്മാവായി ഇരുന്ന് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിനെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചു. അവസാനം സമയമെത്തുമ്പോൾ ഭഗവാൻ തന്നെ കാലസ്വരൂപനായി വന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ മുഴുവനെയും സംഹരിച്ച് തൻ്റെ ഉള്ളിലേക്ക്, തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും മനുഷ്യനറിയുന്നില്ല. ഭൂതാനി ഭൂതൈഹി, ഭൂതാനി ജീവസത്തകളാൽ തന്നെയാണ്, ഭൂതൈഹി ജീവസത്തകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമേയ തത്വഃ, അതായത് ഈ പരമതത്വത്തെ ഊഹിക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്ന്. അതായത് ഓരോ ചരാചരങ്ങൾ കൊണ്ട് തന്നെയാണ് മറ്റു ചരാചരങ്ങൾ ഇല്ലാതാകുന്നത് എന്ന്. അപ്പോൾ ഭഗവാനാണ് എല്ലാത്തിനെയും നശിപ്പിക്കുന്നത് എങ്കിലും ഭൗതികമായ
ശരീരരൂപത്തിലിരിക്കുന്ന, ഇപ്പം നമുക്ക് രോഗങ്ങളാവാം, അപകടമാവാം, വേറെ ഏതെങ്കിലും രീതിയിലൊക്കെയാണല്ലോ മരണങ്ങൾ പല രീതിയിലല്ലേ സംഭവിക്കുന്നത്. അപ്പം ജീവസത്തകളാൽ തന്നെയാണ് ജീവസത്തകൾക്ക് നാശം സംഭവിക്കുന്നത്. അല്ലാണ്ട് ഈ നാശം വേറെ എവിടെ നിന്നും വരുന്നതല്ല. ഭക്ഷണത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും മറ്റോരോ, അതുപോലെ കൊള്ളയും കൊലയും, ഏതെങ്കിലും തരത്തിൽ ഒരാളുടെ നാശം മറ്റു ജീവസത്തകളാൽ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതൊന്നും, ഈ സത്യമൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല, ഈ തത്വമൊന്നും നമ്മൾ അറിയുന്നില്ല അല്ലേ. നമ്മളെപ്പോഴും കാരണങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ മരണം സംഭവിക്കുക, ഈ ഒരു കാരണം കൊണ്ട് ഇത് സംഭവിച്ചു, ഇന്നതുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞ് കാരണങ്ങളെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും. പക്ഷേ അത് ഈ ഭൂമിയിൽ ശരീരത്തിലിരിക്കുമ്പോൾ ആ ശരീരത്തെ മറ്റൊരു ശരീരം കൊണ്ടാണ്, മറ്റു ജീവസത്തകൾ കൊണ്ടാണ് നശിപ്പിക്കുന്നത്. പക്ഷെ അത് ഇച്ഛിക്കുന്നത് കാലമായപ്പോൾ അത് സംഭവിച്ചു. അതിന് ഓരോ ജീവസത്തകളും ഒരു കാരണമാകുന്നേ ഉള്ളൂ. ഇത് തീരുമാനിച്ചത് ഭഗവാനാണ്. കാലമായപ്പോൾ കാലസ്വരൂപനായ ഭഗവാൻ തന്നെ അത് തീരുമാനിച്ചപ്പോൾ ജീവസത്തകൾക്ക് നാശം ജീവസത്തകളാൽ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ നാശത്തിനുള്ളൊരു കാരണം വെറും ഭൗതിക വിഷയമാണ്. അത് ഭഗവാൻ തീരുമാനിച്ചത് കഴിഞ്ഞതുകൊണ്ടാണ് അത് സംഭവിച്ചത്. എന്നിട്ട് ഉദാഹരണം പറയാണ്, ഘനാവലി, കാർമേഘ കൂട്ടത്തെ വായു, ശക്തമായൊരു കാറ്റ് വീശുമ്പോൾ കാർമേഘം പോകും അല്ലേ, എന്നതുപോലെ അവിഷഹ്യ, അത് തടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായോ. നല്ല ശക്തിയിലൊരു കാറ്റ് വീശുമ്പോൾ കാർമേഘം വിചാരിക്കുകയാണ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ പോവില്ല എന്ന് വിചാരിച്ചാലും പറ്റില്ല. ആ കാറ്റ് അതിനെ നീക്കിക്കൊണ്ടുപോകും. സമയമാകുമ്പോൾ കാറ്റ് വന്ന് നീക്കിക്കൊണ്ടുപോകുന്നത് പോലെ തടുക്കാൻ കഴിയില്ല എന്ന്. ഓരോരുത്തരുടെയും സമയം എന്തെന്നുള്ളത് നമുക്ക് ആർക്കും തടുക്കാൻ കഴിയില്ല. അതിന് ഇവിടെ സംഭവിക്കുന്ന കാരണങ്ങളൊക്കെ വെറും കാരണങ്ങൾ മാത്രമാണ്. അത് ആര് നിശ്ചയിച്ചു? ആ പ്രകൃതി ഭഗവാൻ നിശ്ചയിച്ചതുകൊണ്ട് അത് സംഭവിച്ചു. അതാണ് യാഥാർത്ഥ്യം. ശ്ലോകം 66. എന്നാൽ മനുഷ്യരിത് അറിയുന്നുണ്ടോ? അതാണ് പറയുന്നത്, പ്രമത്തം ഉച്ചൈഹി ഇതി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വം അപ്രമത്തഃ സഹസാ അഭിപത്യസേ ക്ഷുത് ലലിഹാനഃ അഹിഹി ഇവ അഘും അന്തഃ. ക്ഷുത് ലലിഹാനഃ അഹിഹി ഇവ അഘും അന്തഃ. അതായത് ഇവിടെ പറയുന്നത്, അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരം ഒരേ ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജീവസത്തകളുടെ മരണം ജീവസത്തകളുടെ കൈകൊണ്ട് തന്നെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് ഈശ്വരൻ തീരുമാനിച്ചപ്പോഴാണ് അതുണ്ടായത്. പക്ഷേ പ്രമത്തം ഉച്ചൈഹി, ഇതൊന്നും അറിയാതെ മനുഷ്യർ വളരെ വലിയ വിഭ്രമത്തോടെ ഈ ഭൗതിക ലോകത്ത് അവരതിൽ ഭ്രമിച്ച് ഇതികൃത ചിന്തയാ, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ചിട്ട് പ്രവൃദ്ധ ലോഭം, വർദ്ധിച്ചു വരുന്ന ആസക്തിയോടുകൂടി വിഷയേഷു ലാലസം, ഇന്ദ്രിയ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരായി മനുഷ്യൻ ജീവിക്കുന്നു. ഈ ലോകത്ത് കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലൊക്കെ മനസ്സ് വെച്ച് അതിൽ തൽപരനായിട്ട് ഓരോന്നിനോടും വരുന്ന ഓരോരോ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി നാളെ എനിക്ക് അത് ചെയ്യണം, മറ്റന്നാൾ ഇത് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് വിഡ്ഢികളായ മനുഷ്യൻ ജീവിക്കുന്നു. അവൻ അറിയണില്ല ആ പരമാത്മാവ് നിശ്ചയിച്ച സമയം കാലം എത്തിക്കഴിഞ്ഞാൽ അവന് പോകേണ്ടി വരുമെന്നറിയാതെ ഞാൻ ആ ഒരു സമയത്ത് കൃത്യസമയത്ത് പോകേണ്ടി വരുമെന്നറിയാതെ മനുഷ്യനെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം ഒരു ഫ്രെയിമിനകത്ത് ഇന്നതുപോലെയൊക്കെ ചെയ്യണമെന്ന് വിധിയായ മനുഷ്യൻ ഭ്രമം വെച്ച് വിഭ്രമിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ത്വം അപ്രമത്ത, എന്നാൽ അങ്ങാകട്ടെ അപ്രമത്ത, അതായത് ഒരു വിഭ്രമവും ഇല്ല. ഭഗവാൻ ഒരു വിഭ്രമവും ഇല്ല. ഭഗവാൻ മുഴുവൻ സമയം ജാഗ്രതയോടെ ഇരുന്നു കൊണ്ട് സഹസ, വളരെ പെട്ടെന്ന് അഭിപദ്യ എന്ന് വെച്ചാൽ കയറി പിടിക്കണമെന്ന്, പിടികൂടുന്നു എന്നർത്ഥം. അഭിപദ്യ എന്ന് വെച്ചാൽ പിടികൂടുന്നു. ക്ഷുത്ത് ലലിഹാന, വിശപ്പ് സഹിക്കാൻ കഴിയാതെ, അഹി ഒരു സർപ്പം, അഘും അന്തഹ, എത്ര പെട്ടെന്നാണ് ഒരു എലിയെ പിടികൂടുന്നത് എന്നതുപോലെ ഭഗവാൻ കറക്റ്റ് സമയമാവുമ്പോൾ ആ കാലസ്വരൂപൻ വന്ന് അവനെ പിടികൂടുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ നാളത്തെക്കുറിച്ചുള്ള പ്ലാനുകൾ ചെയ്ത് ഭ്രമിച്ച് ജീവിക്കുകയാണ് മനുഷ്യൻ. അപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു സർപ്പം എലിയെ പിടികൂടുന്നത് പോലെ ഒരു കാരണവശാലും വിടില്ല പിന്നെ, അല്ലേ?
അത്രയ്ക്ക് വിശപ്പോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആ എലിയെ വിടില്ല. അതിനെ കടന്നു പിടിക്കുന്നത് പോലെ കാലസ്വരൂപൻ കൃത്യസമയമാകുമ്പോൾ വന്ന് അവനെ പിടികൂടുന്നു, വിഴുങ്ങിക്കളയുന്നു. കാലമാകുന്ന സർപ്പം അവനെ വിഴുങ്ങിക്കളയുന്നു. അതറിയാതെയാണ് നാളത്തെ മറ്റന്നാളെ എന്നൊക്കെ കുറിച്ച് മനുഷ്യൻ ഭ്രമിച്ചുകൊണ്ട് ഓരോ പദ്ധതികൾ ഇന്നതുപോലെയൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് ജീവിക്കുന്നത് എന്ന് പറയാണ്. ശ്ലോകം 67. കഹ ത്വദ് പദാബ്ജം വിജഹാതി പണ്ഡിത യഹ തേ അവമാന വ്യയമാന ഖേദനഃ വിശങ്കയാ അസ്മദ് ഗുരുഃ അർച്ചതി സ്മ യത് വിനാ ഉപപത്തി മനവഃ ചതുർദശഃ. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞില്ലെങ്കിൽ അവൻ എത്ര വലിയ പണ്ഡിതനായിട്ടും കാര്യമില്ല, ജീവിതത്തിൽ അവൻ നശിച്ചു പോവുകയുള്ളൂ. അതാണ് ആ പറയുന്നത്. കഹ, ആരാണോ ത്വദ് പദാബ്ജം, ഭഗവാനെ അങ്ങയുടെ തൃപ്പാദങ്ങളെ യഹത്തെ അവമാനഃ, അവമാനം വെച്ചാൽ വില കൽപ്പിക്കാതെ, വ്യയമാനഃ നിന്ദിക്കുന്നത്, ഖേദനഃ, യഹ ഖേദനഃ എന്ന് വെച്ചാൽ ശരീരത്തിൽ, ഒരു ശരീരത്തിലിരുന്നു കൊണ്ട് ഏതൊരു മനുഷ്യനാണോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടയാതെ, അതിലൊന്നും വിശ്വാസമില്ലാതെ, അതിനെയൊന്നും വില കൊടുക്കാതെ നിന്ദിക്കുന്നത്, അവർ പണ്ഡിതഃ, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും വിജഹാതി, അവൻ ആ ജീവിതത്തിൽ നശിച്ചു പോവുകയേ ഉള്ളൂ. കാരണം വിശങ്കയാ, ഒരു ശങ്കയും കൂടാതെ പറയാമെന്ന്, ഒരു ശങ്കയും കൂടാതെ, ഒരല്പം പോലും സംശയമില്ലാന്ന്. അസ്മത് ഗുരുഹു, ഞങ്ങളുടെയൊക്കെ ഗുരുവായിരിക്കുന്നത് ആരായിരിക്കും? ആ സാക്ഷാൽ ബ്രഹ്മാവ് പോലും അർച്ചതി സ്മയത്, ആ ഭഗവാനിൽ നിത്യവും അർച്ചതി എന്ന് വെച്ചാൽ അർച്ചിക്കാന്നല്ല അർത്ഥം, പൂർണ്ണ ശരണാഗതി, ആ പ്രകൃതിയിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ഗുരുവാവും പിതാവുമായ ബ്രഹ്മാവ് പോലും കർമ്മം ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ചതുർദശ മനവഹ, അതേപോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താക്കളായിട്ടുള്ള 14 മനുക്കളും, പ്രജാപതിമാരായിട്ടുള്ള 14 മനുക്കളും വിനാ ഉപപത്തി, ഒരു തടസ്സവും കൂടാതെ ഇതാചരിച്ചിരുന്നു. ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായി വന്ന പിന്നീട് വന്ന 14 മനുക്കളും, 14 മന്വന്തരങ്ങളല്ലേ 1000 ചതുർയുഗങ്ങളിൽ, ആ 14 മനുക്കളും ഇതേപോലെ തന്നെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ട് കർമ്മം ചെയ്തവരാണ്. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, മനസ്സ് അങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എത്ര അറിവ് നേടിയവനാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവൻ നശിച്ചു പോകും. കാരണം സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പോലും കർമ്മം ചെയ്തു തുടങ്ങിയത് ആ ഭഗവാന്റെ ആ പ്രകൃതിയിൽ പൂർണ്ണ സമർപ്പണം ശരണാഗതി അടഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ 14 മനുക്കളും അതുപോലെ തന്നെ ഒരു തടസ്സവും ഒരു ശങ്കയുമില്ലാതെ, ഒരു തടസ്സവും കൂടാതെയാണ് ആ ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചുകൊണ്ട് കർമ്മത്തെ അനുഷ്ഠിച്ചത് എന്നാണ് പറയുന്നത്. ശ്ലോകം 68. ഇതോടെ രുദ്രഗീതം അവസാനിക്കുകയാണ്. അഥ ത്വം അസി നഹ ബ്രഹ്മൻ പരമാത്മൻ വിപശ്ചിതാം വിശ്വം രുദ്രഭയ ദ്വഷ്ടം അകുതശ്ചിത് ഭയാഗതിഹി. അതാ, ആയതിനാൽ ത്വം അസി, ഭഗവാനെ അങ്ങാകുന്നു, ഞങ്ങൾക്ക് ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, പരമാത്മൻ വിപശ്ചിതാം, പരമാത്മാവായിട്ടുള്ള അങ്ങയെ ഞങ്ങൾ അറിയുന്നു, വിശ്വം, ഈ പ്രപഞ്ചത്തിലെ രുദ്രഭയ, രുദ്രനെ ഭയന്നിട്ട്, ദ്വഷ്ടം, ഭയന്ന് പേടിച്ച്, അകുതശ്ചിത് എന്ന് വെച്ചാൽ ഭയന്നും പേടിച്ചും ഒരുപാട് സംശയങ്ങളോടെയൊക്കെ ഈശ്വരനെ ഞങ്ങൾ കണ്ടിരുന്നപ്പോൾ അതിൽ നിന്നും അകുതശ്ചിത് എന്ന് വെച്ചാൽ നിസ്സംശയമായി, ഒരു സംശയവും കൂടാതെ ആ ഭയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഗതി, ഒരേ ഒരു മാർഗം ത്വം അസി, പരമാത്മാവായ അങ്ങ് തന്നെയെന്ന് വിപശ്ചിതാം, ഞങ്ങൾ അതിലൂടെ അറിയുന്നു. അതിന് ആ ഒരു ഭക്തനുമായിട്ടുള്ള സത്സംഗം ഞങ്ങളെ സഹായിച്ചു എന്നാണ് പറയുന്നത്. സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭക്തനെ ഞങ്ങൾക്ക് സംഗമം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചത്. ആയതിനാൽ ഈ പ്രപഞ്ചത്തിലെ രുദ്രഭയ എന്ന് പറഞ്ഞാൽ ശിവനെ ഭയക്കുന്നു എന്ന അർത്ഥത്തിലല്ല അതിനെ സങ്കല്പിക്കേണ്ടത്. അതായത്, അല്ലയോ ഭഗവാനെ, അങ്ങ് പരമാത്മാവായ അങ്ങ് തന്നെയാണ് ഈ ലോകത്ത് ഒരേ ഒരു പ്രപഞ്ച സൃഷ്ടാവ്. ഭഗവാനെ ഭയക്കുകയാണ് സാധാരണ മനുഷ്യർ പൊതുവെ ചെയ്യുന്നത് അല്ലേ. ഈശ്വരനെ ഭയമാണ്. അയ്യോ, അങ്ങനെ ചെയ്താൽ ഭഗവാൻ ശിക്ഷിക്കുമോ, അല്ലയോ ഇങ്ങനെ ചെയ്താൽ ഭഗവാൻ കോപിക്കുമോ, ശപിക്കുമോ എന്നൊക്കെയുള്ള ഭയമാണുള്ളത് അല്ലേ. അപ്പോൾ ആ രുദ്ര
രുദ്രഭയം, വിശ്വം മുഴുവനും എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനോടുള്ള ആ ഭയത്തെ ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു ഗതി, ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഭഗവാനെ അങ്ങ് തന്നെയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇവിടെയാണ് രുദ്രഗീതം അവസാനിക്കുന്നത് 68ാമത്തെ ശ്ലോകത്തിൽ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഫലശ്രുതിയാണ് പറയുന്നത്. അപ്പം നമുക്ക് 33ാമത്തെ ശ്ലോകം തുടങ്ങിയിട്ട് ഒന്ന് ജപിച്ച് നോക്കാം. അപ്പോൾ എല്ലാ കൂടെ ജപിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളും ജപിക്കാം. മൈക്ക് ഓഫ് ചെയ്തിട്ട് ജപിച്ചാൽ മതി. ഞാനിവിടെ ജപിക്കാം, നിങ്ങളും ജപിക്കോളൂ. 33 കേട്ടോ. 33 തൊട്ട് 68 വരെ. അപ്പം ഞാൻ തുടങ്ങാൻ പോവാണ്. പറഞ്ഞോളൂ. ഇന്ന് ഞാൻ ജോയിൻ ചെയ്ത ആളാ. എന്റെ പേര് ശിവകല. ഇന്നൊന്ന് സ്കന്ധം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ഏതാണ്? ചതുർത്ഥ സ്കന്ധം 24ാമത്തെ അധ്യായം രുദ്രഗീതം. അതിൽ 33ാമത്തെ ശ്ലോകം 24ാമത്തെ അധ്യായത്തിൽ രുദ്രഗീതമാണ് കേട്ടോ. ജിതം തേ ആത്മവിദുര്യ സ്വസ്തയേ സ്വസ്തി അസ്തു മേ ഭവദാരാധസാരാധം സർവസ്മ ആത്മനേ നമഃ. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സരോജിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്ധകായ ച നമോ വിശ്വപ്രബോധായ പ്രത്യുപ്നായ അന്തരാത്മനെ നമോ നമോ അനിരുദ്ധായ ഹൃഷികേശ ഇന്ദ്രിയാത്മനെ നമ പരമഹംസായ പൂർണായ നിബൃതാത്മനെ സ്വർഗ അപവർഗദ്വാരായ നിത്യം ശുചിഷതേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ നമ ഊർജ ഇഷേ ത്രയ്യാ പദയേ യജ്ഞരേധസേ തൃപ്തിദായ ച ജീവാനാം നമ സർവരസാത്മനേ സർവസത്വാത്മദേഹായ വിശേഷായ സ്തവീയസേ നമസ്ത്രൈലോക്യപാലായ സഹ ഓജോബലായ ച അർത്ഥലിംഗായ നഭസേ നമോ അന്തർബഹിരാത്മനെ നമ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ നമോ അധർമ്മവിപാകായ മൃത്യവേ ദുഃഖദായ ച നമസ്തേ ആശിഷാമീശ മനവേ കാരണാത്മനെ നമോ ധർമായ ബൃഹൃദേ കൃഷ്ണായ അകുണ്ഡമേധസേ പുരുഷായ പുരാണായ സാംഖ്യയോഗേശ്വരായ ച ശക്തിത്രയസമേധായ മേഡുഷേ അഹം കൃതാത്മനെ ചേത ആകൂതിരൂപായ നമോ വാജോ വിഭൂതയേ ദർശനം നോന്തിദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയഗുണാഞ്ജനം സ്നിഗ്ധപ്രാവൃഘനശ്യാമം സർവസൗന്ദര്യസംഗ്രഹം ചാർവായത ചതുർബാഹും സുജാതരുചിരാനനം പത്മകോശപലാശാക്ഷം സുന്ദരഭ്രൂസുനാസികം സുദ്വിജം സുകപോലാസ്യം സമകർണവിഭൂഷണം. പ്രീതിപ്രഹസിതാഭാംഗ അളകൈരൂപശോഭിതം ലസത്പങ്കജകിഞ്ചൽക്കതുഗോലം മൃഷ്ടകുണ്ടലം സ്ഫുരത്കിരീടവലയഹാരനോപുരമേഖലം ശംഖചക്രഗദാപത്മമാലാമണി ഉത്തമഋത്മദ സിംഹസ്കന്ദത്യുഷോ ബിഭ്രത് സൗഭഗഗ്രീവകൗസ്തുഭം ശ്രീയാ അനപായിന്യ ആക്ഷിപ്തനികഷാശ്മ ഉരസാ ഉല്ലസ പൂരരേചക സംവിഘ്ന പലിവൽഗുദളോദരം പ്രതിസംക്രമയത് വിശ്വം നാഭ്യാ ആവർത്തഗഭീരയാ ശ്യാമശ്രോണി അതിരോജിഷ്ണു ദുകൂല സ്വർണമേഖലം സമചാരു അംഘ്രിജംഘോ ജംഘോരു നിമ്നജാനു സുദർശനം പദാശരത് പത്മപലാശരോജിഷാ നഖദ്യുഭി
പദാശരത് പത്മപലാശരോജിഷാ നഖദ്യുപീനോ അന്തരഖം വിധുന്വഥ പ്രദർശയാ സ്വേയം അപാസ്ത സാത്വസം പദം ഗുരോ മാർഗഗുരുസ്തമോജുഷാം. ഏതദ് രൂപം അനുധ്യേയം ആത്മശുദ്ധി അഭീപ്സതാം യദ്ഭക്തിയോഗോ അഭദയ സ്വധർമ്മ അനുതിഷ്ഠതാം. ഭവാൻ ഭക്തിമതാലഭ്യോ ദുർലഭ സർവദേഹിനാം സ്വരാജ്യസ്യ അഭിമത ഏകാന്തേന ആത്മവിദ്ഗതീം. തം ദുരാരാധ്യം ആരാധ്യ സദാമപി ദുരാപയാ ഏകാന്തഭക്ത്യാ കോ വാഞ്ചേത് പാദമൂലം വിനാ ബഹി. യത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യതേ വിശ്വം വിധ്വംസയൻ വീര്യശൗര്യ വിസ്ഫുർജിതബ്രുവാ. ക്ഷണ അർദ്ധേന അപി തുലയേന സ്വർഗം ന അപുനർഭവം ഭഗവത് സംഗസ്യ മർത്യാനാം കിമുദാശിഷാം. അഥാ അനഘം ഗ്രേ സ്തവ കീർത്തിതീർത്ഥയോ അംഗ്രേസ്തവകീർത്തിതീർത്ഥയോः അന്തർബഹിസ്നാനവിദുതാപാപ്മനാം ഭൂതേഷു അനുക്രോശ സുസത്വശീലിനാം സ്യാത് സംഗമോ അനുഗ്രഹയേര ഏഷനസ്തവാം. न यस्य चित्तं बहि अर्थविभ्रमं तमो गुहायां च विशुद्धमाविशद् यद्भक्तियोग अनुगृहीतमञ्जसा मुनिर्विचष्टे ननु तत्र ते गतिं. यत्रे इदं व्यज्यते विश्वं विश्वस्मिन्नवभाधीयत् तत्त्वं ब्रह्म परं ज्योति आकाशमिव विस्तृतम्. यो मायायेदं पुरुरूपया असृजत् बिभर्ति भूया क्षभयति अविक्रयः यद्भेदबुद्धि सद् इव आत्मदुरस्तया त्वमात्मतन्त्रं भगवान् प्रतीमहि. क्रियाकलापै इदम् एव योगिनः श्रद्धान्विता साधु यजन्ति सिद्धये भूतेन्द्रियान्तःकरणा उपलक्षितं वेदे च तन्त्रे च त एव कोविदा. त्वमेक आद्यपुरुष सुप्तशक्तिः स्तया रज सत्त्वतमो विभिद्यते. महानहं घं मरुत् अग्निवार्धरा सुरर्षयो भूतगणायुधं यदा. सृष्टं स्वशक्त्या इदम् अनुप्रविष्टा चतुर्विधं पुरु आत्म अंशकेन अधो विदुस्तं पुरुषं सन्दमन्तर् भुङ्क्ते हृषिकै मधुसारगं यः. स एष लोकान् अधिचण्डवेको विकर्षसि त्वं खलु कालयानः भूतानि भूते अनुमेय तत्त्वो खनावली वायु इव अविशह्य. प्रमत्तमुच्चे इति कृत्य चिन्तया प्रवृत्तलोभं विषयेषु लालसं त्वमप्रमत्त सहसा बिभत्यसे क्षुद्लेलिहान अहि इव अकुमन्तकः. कस्त्वत्पदाब्जं विजहादि पण्डितो यस्ते अवमानव्ययमानकेतनः विशङ्कया अस्मद्गुरु अर्चति स्म यद् विना उपपत्ति मनवः चतुर्दश. अध त्वम् असीनो ब्रह्मन् परमात्मन् विभश्चितां विश्वं रुद्रभय द्वष्टम् अगुदश्चिद्भयागतिः. അപ്പോൾ രുദ്രഗീതത്തിൻ്റെ തുടക്കം മഹാദേവൻ പ്രചേതസ്സുകളോട് പറഞ്ഞു കൊടുത്തതാണ്. ഈ ഒരു രുദ്രഗീതത്തെ, ഈ ഒരു വിഷ്ണുസ്തുതിയെ ആ ഒരു ജ്ഞാനം നേടിയിട്ടുള്ള ശ്രേഷ്ഠർക്ക് ഏറ്റവും മംഗളകരമായിട്ടുള്ള ഈ വിഷ്ണുസ്തുതിയെ പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് മംഗളം നൽകണമേ ഭഗവാനെ. അങ്ങ് വിശ്വസ്വരൂപനാണ്.
പരമശാന്തനാണ്, സർവവ്യാപിയാണ്. അങ്ങാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ സംഘർഷണമൂർത്തിയായും പ്രത്യുപ്തനായും അനിരുദ്ധനായിരിക്കുന്നതും അങ്ങ് തന്നെ. ബ്രഹ്മാവായും മഹാദേവനായിട്ടും രുദ്രനായിരിക്കുന്നതും അങ്ങ് തന്നെ. സർവചരാചരങ്ങളുടെ ശരീരരൂപത്തിലും ആത്മാവായും ഏറ്റവും വലിയ സ്ഥൂലരൂപമായ വിരാട് സ്വരൂപനായിരിക്കുന്നതും അങ്ങ് തന്നെ. ത്രിലോകങ്ങളെയും നിയന്ത്രിക്കുന്നത് അങ്ങ് തന്നെയാണ്. സ്വർഗപ്രാപ്തിക്കാണെങ്കിലും മുക്തിക്കാണെങ്കിലുമുള്ള അതിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം തന്നെ അങ്ങാണിരിക്കുന്നത്. പിതൃലോകവും ദേവലോകവാസികളായിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. അതുപോലെ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും അങ്ങ് തന്നെ. അതായത് പ്രവൃത്തി മാർഗത്തിലൂടെ ആ കർമ്മമാണെങ്കിലും നിവൃത്തി മാർഗം എന്ന കർമ്മമാണെങ്കിലും അതിൻ്റെ ഫലവും എല്ലാം അങ്ങ് തന്നെയാണ്. ഇനി അധർമ്മം പ്രവർത്തിക്കുന്നവന് അവന് ജീവിതത്തിൽ ദുഃഖത്തെ കൊടുക്കുന്ന കാലസ്വരൂപനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ ഭഗവാനെ. അങ്ങാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, പരിപാലിച്ചത്, സംഹരിക്കുന്നതും അങ്ങ് തന്നെ. അങ്ങനെയുള്ള അങ്ങയുടെ ആ രൂപത്തെ ഞങ്ങൾക്ക് ദർശനമായി നൽകണമേ. അങ്ങനെ ദർശനം ലഭിക്കേണ്ടത് എപ്പോഴാണ് അത് ആഗ്രഹിക്കേണ്ടത്? അങ്ങയുടെ ആ രൂപത്തെ മനസ്സിൽ കണ്ട് ധ്യാനിക്കേണ്ടത്. അതായത് ഈ ഭൂമിയിൽ ഒരു ശരീരരൂപത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ചെയ്തു തീർക്കേണ്ടതായ കർമ്മങ്ങളെ മുഴുവൻ സ്വധർമ്മമായി കണ്ടുകൊണ്ട് ആചരിച്ച് ആത്മശുദ്ധി നേടണമെന്ന് കരുതുന്നവൻ അങ്ങയുടെ ആ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നിത്യവും ധ്യാനിക്കാം. അങ്ങനെയുള്ള ഭക്തരെ, അതായത് പൂർണ്ണശുദ്ധരായ പരിശുദ്ധരായ അങ്ങനെയുള്ള ഭഗവത് ഭക്തരെ, ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ച ഭക്തരെ, അവരുമായിട്ടുള്ള ഒരു സംഗമം, സത്സംഗത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അവരിലൂടെയുള്ള സത്സംഗത്തിലൂടെയാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര തത്വം എന്താണെന്ന്, അതുവരെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഈശ്വരനെ പൂജിച്ചത്, അതിൽ നിന്നും മാറി യഥാർത്ഥത്തിലുള്ള ഈശ്വര തത്വം എന്താണെന്ന് അവരിലൂടെയുള്ള സത്സംഗത്തിലൂടെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അറിഞ്ഞ നീ ഭഗവാനെ ഒരേ ഒരു ഏകസ്വരൂപനാണ് അങ്ങ് തന്നെയാണ്. അങ്ങയുടെ യോഗമായ ശക്തി ഉണർന്നിട്ട് സത്വരജ തമോ ഗുണങ്ങളെ ഉണർത്തി മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങൾ, അതുപോലെ ദേവന്മാർ, ഋഷികൾ, ഭൂതഗണങ്ങൾ എല്ലാത്തിനെയും സൃഷ്ടിച്ച് ചലനമില്ലാതിരിക്കുന്ന അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ജീവാത്മരൂപത്തിൽ പ്രവേശിച്ച് അവയെ നിലനിർത്തിയതും അതുകൊണ്ട് തന്നെ അങ്ങയെ പുരത്തിൽ വസിക്കുന്നവൻ പുരുഷൻ എന്ന് പറയുന്നു. എന്നിട്ട് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ഭൗതിക പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതും അങ്ങ് തന്നെയാണ്. ഇനി കാലമാകുമ്പോൾ ഇവയെ എല്ലാത്തിനെയും സംഹരിക്കുന്ന കാലസ്വരൂപനും അങ്ങ് തന്നെ. അതറിയാതെ മനുഷ്യൻ ഓരോ ജീവസത്തകളുടെയും നാശത്തിന് കാരണം മറ്റൊരു ജീവസത്തയാണ്. ഇതറിയാതെ മനുഷ്യൻ നാളത്തെക്കുറിച്ച് നാളെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് ഓരോരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നു. എന്നാൽ കാലമാകുമ്പോൾ വിശന്നു വലഞ്ഞ സർപ്പം എലിയെ വിഴുങ്ങിക്കളയുന്നത് പോലെ ആ കാലസ്വരൂപൻ അവനെ വിഴുങ്ങുമെന്ന് അവൻ അറിയുന്നില്ല. അങ്ങനെയുള്ള ഇങ്ങനെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ തത്വത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഒരു ഭഗവത് ഭക്തൻ്റെ സത്സംഗത്തിലൂടെയാണ്, അവരുമായിട്ടുള്ള സമ്പർക്കം ഞങ്ങൾക്ക് സാധ്യമാകണേ. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഈശ്വര തത്വത്തെ അറിയുമ്പോൾ ഈശ്വരനെ ഭയന്ന് മനസ്സിലാക്കിയിരുന്ന ഞങ്ങൾ ആ ഭയത്തെ മുഴുവനായിട്ടും ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു മാർഗം അങ്ങ് ആരാണ് എന്ന യഥാർത്ഥ തത്വത്തെ അറിയലാണ്. അത് ഒരു ശരിയായ ഭക്തൻ്റെ ഗുരുവിലൂടെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയാണ് രുദ്രഗീതത്തിൽ ഉടനീളം നമ്മൾ കണ്ടത്. ഇനി ശ്ലോകം 69 രുദ്രഗീതം ജപിച്ചാൽ ഉണ്ടാകുന്ന ഫലശ്രുതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇദം ജപദ ഭദ്രം വഹ വിശുദ്ധ നൃപനന്ദന സ്വധർമ്മ അനുതിഷ്ഠന്തഃ ഭഗവതി അർപ്പിതാശയ. ഇദം ജപദ, ഈ രുദ്രഗീതത്തെ ജപിക്കൂ. ഭദ്രം വഹ, നിങ്ങൾക്ക് മംഗളം വരട്ടെ. അപ്പോൾ ഭഗവാൻ മഹാദേവൻ പ്രചേതസ്സുകളോട് പറയാണ്, ഇത് ജപിക്കൂ, നിങ്ങൾക്ക് മംഗളം വരട്ടെ. വിശുദ്ധ നൃപനന്ദന, അതായത് നൃപനന്ദന, രാജപുത്രന്മാരെ, പ്രചേതസ്സുകളെ, വിശുദ്ധ പരിശുദ്ധമാക്കപ്പെട്ട നിങ്ങളുടെ പൂർണ്ണമായും നിങ്ങൾ പരിശുദ്ധരാക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ രുദ്രഗീതം ജപിക്കൂ, നിങ്ങൾക്ക് മംഗളം വരട്ടെ. സ്വധർമ്മ അനുതിഷ്ഠന്തഃ ഭഗവതി അർപ്പിതാശയ. ആദ്യം തന്നെ സ്വധർമ്മം ആചരണമാണ്. അത് ഭഗവതി അർപ്പിതാശയ, ഭഗവാനിൽ അർപ്പിച്ച മനസ്സോടുകൂടി സ്വധർമ്മ അനുഷ്ഠാനം പൂർത്തിയാക്കിയ നിങ്ങൾക്ക് പരിശുദ്ധമായ മനസ്സോടുകൂടി ഇനി ഈ രുദ്രഗീതം ജപിക്കൂ, നിങ്ങൾക്ക് മംഗളം വരട്ടെ.
ഇനി അത് ജപിച്ചാലുള്ള ഗുണം: ത്വമേവ ആത്മാനം ആത്മസ്ഥം സർവഭൂതേഷു അവസ്ഥിതം പൂജയധ്വം ഗൃണന്തഃ ച ധ്യായന്തഃ ച അസകൃത് ഹരിം. ത്വം ഏവ ആത്മാനം, ത്വം ഏവ ആത്മാനം, അല്ലയോ ഭഗവാനെ, അങ്ങ് ആത്മാനം ആത്മസ്ഥം, ആത്മാവായി ഇരുന്നു കൊണ്ട് ആത്മസ്ഥം, എല്ലാവരുടെയും ഉള്ളിൽ, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ആത്മാവായി ഇരിക്കുന്നു. സർവഭൂതേഷു അവസ്ഥിതി, എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും അവസ്ഥിതം, സ്ഥിതി ചെയ്യുന്നു. ആത്മാനം, എൻ്റെ ഉള്ളിലും അങ്ങ് ആത്മാവായി സ്ഥിതി ചെയ്യുന്നു. പൂജയധ്വം, അങ്ങനെയുള്ള അങ്ങയെ പൂജിക്കുക. ഗൃണന്തഃ ച, നിത്യവും ജപിക്കുക. ധ്യായന്തഃ, ധ്യാനിക്കുക. അസത്കൃതിയും, തുടർച്ചയായിട്ട് അസകൃത് ഹരിയും, ആ ഭഗവാനെ. എൻ്റെ ഉള്ളിൽ, അപ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവായിരിക്കുന്നതും സർവചരാചരങ്ങളുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്യുന്ന ആ ഭഗവാൻ ശ്രീഹരിയെ നിത്യവും പൂജിക്കുക, ധ്യാനിക്കുക, ജപിക്കുക. അതിനാണ് ഈ രുദ്രഗീതം. വിഷ്ണുസ്തുതിയാണ് രുദ്രഗീതത്തിൽ പറയുന്നത്. യോഗാദേശം ഉപാസാദ്യ ധാരയന്തഃ മുനിവൃതഃ സമാഹിതാദിയ സർവീ ഏതത് അഭ്യസത ആദൃതഃ. യോഗാദേശം, അപ്പോൾ പറഞ്ഞില്ലേ, ആ സ്വന്തം ഉള്ളിലും സർവചരാചരങ്ങളുടെ ഉള്ളിലും വസിക്കുന്ന ആ ഭഗവാനെ നിത്യവും പൂജിക്കുക, ആരാധിക്കുക, ജപിക്കുക. അത് ജപിക്കാനായിട്ട് യോഗാദേശം, ഈ രുദ്രഗീതത്തെ ഉപാസാദ്യ, നിരന്തരം പാരായണം ചെയ്യുക. ധാരയന്തഃ, ഹൃദയത്തിൽ സ്വീകരിക്കുക. മുനിവൃതഃ, എന്നിട്ടൊരു മുനിയുടെ ജീവിതചര്യ അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ സന്യാസവേഷം ധരിച്ച് പോകണം എന്നല്ല പറയുന്നത്. ഒരു മുനിയുടെ പ്രത്യേകത എന്താ? മനസ്സുകൊണ്ട് ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത രീതിയിൽ ജീവിതചര്യയെ അനുഷ്ഠിച്ച് ഈ ഒരു രുദ്രഗീതത്തെ നിരന്തരം പാരായണം ചെയ്ത് ജപിച്ച് ഹൃദയം കൊണ്ട് മനനം ചെയ്ത് പാരായണം ചെയ്യുക. സമാഹിതതിയഃ, എന്നിട്ട് മനസ്സിനെ സമനിലയിൽ പിടിച്ചു നിർത്തുക. സർവ ഏതത് അഭ്യസത ആദൃതഃ, ആദൃതം എന്ന് വെച്ചാൽ ആദരവോടെ, ഭക്തിയോടെ ഈ സ്തോത്രത്തെ എന്നും അങ്ങനെ ജപിച്ച് മനസ്സിനെ നിശ്ചലമാക്കിയിട്ട് ഒരു മുനിയുടേതുപോലെയുള്ള ജീവിതചര്യ കൊണ്ടുവന്ന് ഈ ഒരു രുദ്രഗീതത്തെ നിത്യവും ജപിക്കുക. ഇദം ആഹപുര അസ്മാകം ഭഗവാൻ വിശ്വസൃക്പതിഃ ഭൃഗു ആദീനം ആത്മജാനാം ശുശ്രൂക്ഷുഃ സംസിസൃക്ഷതാം. ഇദം ആഹപുരം അസ്മാകം, ഈ ഗീതം, ഇദം ആഹ, ഈ ഗീതം ആഹ, പറഞ്ഞു തന്നത്, ഈ ഗീതം പറഞ്ഞു തന്നത് അസ്മാകം, പണ്ട്, പുരാന്ന് വെച്ചാൽ പണ്ട്, അസ്മാകം, ഞങ്ങൾക്ക്, ഭഗവാൻ വിശ്വസൃക്പതി. അപ്പം മഹാദേവൻ പറയാണ്, പണ്ട് ഈ ഒരു രുദ്രഗീതം ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ഭഗവാൻ ബ്രഹ്മദേവനാണ്. ഭൃഗു ആദീനാം ആത്മജാനാം, ഭൃഗു മഹർഷി മുതലായവരെല്ലാം ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്. അവർ ശുശ്രൂക്ഷു എന്ന് വെച്ചാൽ സൃഷ്ടികർമ്മം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ശുശ്രൂക്ഷതാം, ഈ ഒരു രുദ്രഗീതത്തെ ജപിച്ച് ബ്രഹ്മദേവൻ ഉപദേശിച്ചു തന്ന ഈ ഒരു മാർഗത്തിലൂടെയാണ് സൃഷ്ടിയെ ചെയ്തത് എന്ന്. അപ്പം ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എല്ലാവർക്കും ഈ രുദ്രഗീതത്തെ പണ്ട് ബ്രഹ്മദേവനാണ് ഉപദേശിച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ ഭൃഗു മഹർഷി മുതലായ എല്ലാവരും അവരുടെ കർമ്മം എന്താ? പ്രജാസൃഷ്ടി നടത്തുക എന്നതാണ്. ആ കർമ്മം ചെയ്യാൻ അവർ ആഗ്രഹിച്ചപ്പോൾ ആ കർമ്മത്തെ അവർ ചെയ്തത് ഈ ഒരു രുദ്രഗീതത്തെ ജപിച്ച് ഈ ഒരു മാർഗത്തിലൂടെ, അതായത് ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണം ശരണാഗതി അടഞ്ഞുകൊണ്ട് സമർപ്പിച്ചുകൊണ്ടാണ് അവരവരുടെ കർമ്മങ്ങളെ സ്വധർമ്മമായിട്ട് അനുഷ്ഠിച്ചത്. ഇതേ മാർഗത്തിലൂടെ തന്നെയാണ് അവരും ചെയ്തത്. തേ വയം നോദിതഃ സർവേ പ്രജാസർഗേ പ്രജേശ്വര അനേന ദ്വസ്തതമസഃ ശുശ്രൂക്ഷ്മോ വിവിധ പ്രജഃ. തേ വയം, അങ്ങനെയുള്ള ഞങ്ങൾ, നോദിനഃ, നിയോഗിക്കപ്പെട്ടു, സർവേ, എല്ലാവരും, പ്രജാസർഗേ പ്രജേശ്വര, പ്രജാപതിമാരായ ഞങ്ങളെല്ലാവരും, അങ്ങനെ സൃഷ്ടികർമ്മത്തിനായി നിയോഗിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും, അനേന ദ്വസ്തതമസഃ, ബ്രഹ്മാവ് പറഞ്ഞു തന്ന ആ ഒരു എല്ലാവിധ അജ്ഞാനങ്ങളിൽ നിന്നും, ദ്വസ്തതമസഹ എന്ന് വെച്ചാൽ തമസിൽ നിന്നും പുറത്തു വന്നു, എല്ലാ അജ്ഞാനങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ട് അനേന, ബ്രഹ്മദേവൻ പറഞ്ഞു തന്ന, പിതാവ് പറഞ്ഞു തന്ന ഈ രുദ്രഗീതത്തെ ജപിച്ച് മനനം ചെയ്ത് ജപിച്ച് വിവിധ പ്രജ, പല വിധത്തിലുള്ള പ്രജകളെ ശുശ്രൂക്ഷ്മഃ, സൃഷ്ടിച്ചു എന്ന്.
അപ്പോൾ ബ്രഹ്മാവ് മക്കൾക്ക് പുത്രന്മാർക്ക് പ്രജാപതിമാർക്ക് പറഞ്ഞു കൊടുത്തു. ഞങ്ങളെല്ലാവരും അത് അനുഷ്ഠിച്ചു. അങ്ങനെ പ്രജാസൃഷ്ടി നടത്താൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും ആ ഒരു അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും പുറത്തു വന്നു. അജ്ഞാനം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നു, ഇതൊക്കെ ഞാനാ ചെയ്യുന്നത്, എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയാണ്. അപ്പോൾ ആ ശരീരത്തിൽ പുറത്തിലിരുന്ന ആത്മാവ് തെറ്റിദ്ധരിക്കുകയാണ് ഞാനാണ് ചെയ്യണേന്ന്. ആ അജ്ഞാനത്തിൽ നിന്നും പുറത്തു വന്നിട്ട് എല്ലാം പ്രകൃതിക്ക് സമർപ്പിച്ചുകൊണ്ട് ഇതേപോലെ തന്നെ ഞങ്ങളിൽ നിയോഗിക്കപ്പെട്ട സൃഷ്ടികർമ്മത്തെ പല വിധത്തിലുള്ള പ്രജകളെ ഞങ്ങളെല്ലാവരും സൃഷ്ടിച്ചു. ശ്ലോകം 74. അഥാ ഇദം നിത്യതാ യുക്തഃ ജപൻ അവഹിതഃ പുമാൻ അചിരാത് ശ്രേയ ആപ്നോതി വാസുദേവപരായണഃ. അഥാ ഇദം, അഥാ ഇപ്രകാരം, ഇദം ഈ ഒരു രുദ്രഗീതത്തെ, നിത്യത എന്നും, യുക്തഃ ശ്രദ്ധയോടെ, അതുപോലെ അവഹിത പൂർണ്ണ ഏകാഗ്രതയോടെ, പുമാൻ ഒരു മനുഷ്യൻ, ജപൻ ജപിച്ചു കഴിഞ്ഞാൽ, അജിരാത്ത് ശ്രേയ അവനെ താം, അജിരാത്ത് വളരെ പെട്ടെന്ന് തന്നെ, ശ്രേയ ആപ്നോതി സർവശ്രേഷ്ഠതയും ശ്രേയസ്സും വന്നു ചേരും. വാസുദേവപരായണ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ ഭക്തനെല്ലാം വന്നു ചേരും. ഇപ്രകാരം രുദ്രഗീതത്തെ നിത്യവും ആരാണോ ഈ ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി ജപിക്കുന്നത് അവനെല്ലാ ശ്രേയസ്സും ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. ശ്ലോകം 75. ശ്രേയസാം ഇഹ സർവേഷാം ജ്ഞാനം നി ശ്രേയസം പരം സുഖം തരതി ദുഷ്പാരം ജ്ഞാനം നൗഹ വ്യസനാർണവം. ശ്രേയസാം ഇഹ ശ്രേയസ്സിൽ വെച്ച്, ഇഹ ഈ ലോകത്തിൽ, സർവേഷാം എല്ലാ തരത്തിലുള്ള ശ്രേയസ്സിലും വെച്ച് ഏറ്റവും വലിയ ശ്രേയസ് ജ്ഞാനം, ആ പരമജ്ഞാനത്തെ, നിശ്രേയസം പരം ആ മുക്തിക്കുതകുന്ന ജ്ഞാനത്തെ നേടുക എന്നതാണെന്ന്. കണ്ടോ, ഈ ലോകത്ത് ഒരുവന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ശ്രേയസ്, ശ്രേഷ്ഠത എന്ന് വെച്ചാൽ സുഖമായിട്ടുള്ള ജീവിതമല്ല, മുക്തിക്ക് സഹായകമാകുന്ന, കാരണമാകുന്ന ഏറ്റവും ശരിയായ ജ്ഞാനത്തെ നേടാൻ കഴിയുക എന്നതാണ് ഒരുവന് ഈ ലോകത്തിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ശ്രേയസ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? സുഖം തരതി, സുഖമായി തരണം ചെയ്യാൻ സാധിക്കുന്നു. ദുഷ്പാരം മറികടക്കാൻ പ്രയാസമേറിയ ഈ ഒരു ഭൗതിക ജീവിതത്തിൽ, ലോക ജീവിതമാകുന്ന സാഗരത്തെ, വ്യസനാർണവം വ്യസനം നിറഞ്ഞ ഈ സാഗരത്തെ, ജ്ഞാനം നൗഹ ആ ജ്ഞാനമാകുന്ന തോണി തുഴഞ്ഞുകൊണ്ട് നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയുന്നു. ഈ ഭൗതിക ജീവിതത്തിൽ ജനിച്ചു മരിക്കുന്നതിനിടയിൽ ഒരുവന് കിട്ടുന്ന ഏറ്റവും വലിയ ശ്രേയസ് എന്ന് പറയുന്നത് ഈ പരമശുദ്ധമായ മുക്തിക്ക് യോഗ്യമായ ജ്ഞാനം നേടാൻ കഴിയുക എന്നതാണ്. ആ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ആ ജ്ഞാനമാകുന്ന തോണിയിൽ ഇരുന്നു കൊണ്ട്, അതായത് ആ ജ്ഞാനത്തെ മനസ്സിൽ വെച്ചുകൊണ്ട്, ആ ജ്ഞാനത്തിൽ ജീവിച്ചുകൊണ്ട്, ഈ സുഖദുഃഖ നിർമ്മിതമായ സുഖദുഃഖങ്ങൾ കലർന്ന ഈ ഭൗതിക ലോകത്തെ ജീവിതം ഉണ്ടല്ലോ, നിഷ്പ്രയാസം സുഖമായിട്ട് തരണം ചെയ്യാൻ സാധിക്കും. കാരണം ആ ജ്ഞാനത്തിൽ മനസ്സുറച്ചു കഴിഞ്ഞാൽ മനസ്സ് പിന്നെ സമനിലയിലായി. അപ്പോൾ ജീവിതത്തിൽ പല കയറ്റിറക്കങ്ങളും സുഖദുഃഖങ്ങളും ഉണ്ടായാലും മനസ്സതിൻ്റെ പിന്നിൽ പായാതെ സുഖമായിട്ട് ഈ ഒരു ഭൗതിക ജീവിതമാകുന്ന അർണവത്തെ, വ്യസനാർണവത്തെ തരണം ചെയ്ത് കടക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത ഈ പ്യുവറായിട്ടുള്ള ജ്ഞാനം നേടാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്നത് തന്നെയാണ്. ശ്ലോകം 76. യഹ ഇമം ശ്രദ്ധയാ യുക്തഃ മദ്ഗീതം ഭഗവത്സ്തവം അധീയാനോ ദുരാരാധ്യം ഹരി ആരാധയതി അസൗ. യഹ ഏതൊരുവനാണോ ഇത് ശ്രദ്ധയോടെ ഈ രുദ്രഗീതത്തെ യുക്തഃ ഏകാഗ്രതയോടെയും ഭഗവത് സ്തവം ഭഗവാന്റെ സ്തുതിയാകുന്ന ഈ ഒരു ഗീതത്തെ, മദ്ഗീതം എന്ന് വെച്ചാൽ എന്നാൽ പറയപ്പെട്ട, ഞാൻ പറഞ്ഞു തന്ന ഈ ഗീതത്തെ, അധീയാനഹ പഠിക്കുന്നത്, ദുരാരാധ്യം ആരാധിക്കാൻ വളരെ പ്രയാസമേറിയ ആ ഭഗവാൻ ശ്രീഹരിയെ അവനെ അസൗ ആരാധയതി നിഷ്പ്രയാസം ആരാധിക്കാൻ സാധിക്കുന്നു. ഭഗവാൻ ഒരാളിൽ സംപ്രീതനാവുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. അതാണ് ആരാധിക്കാൻ പ്രയാസമേറിയ ഭഗവാൻ ശ്രീഹരി ഒരാളിൽ എത്രയും പെട്ടെന്ന് സംപ്രീതനാവാൻ വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി ഞാൻ പറഞ്ഞു തന്ന ഈ രുദ്രഗീതത്തെ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവനിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രസാദിച്ചാൽ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം സാധിക്കുമെന്നാണ് പറയുന്നത്. വിന്ദതേ പുരുഷഃ അമുഷ്മാദ് യത്
യദ് യദ് ഇച്ഛതി അസത്വരം ഗീതാത് സുപ്രീതത് ശ്രേയസാം ഏകവല്ലഭാത് വിന്ദതേ. അങ്ങനെ ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ വിന്ദതേ എന്ന് വെച്ചാൽ നേടുന്നു. പുരുഷഃ ആ വ്യക്തി അമുഷ്മാത് ഭഗവാനിൽ നിന്ന് യദ് യദ് ഇച്ഛതി അവൻ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് ആ അസത്വരം ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ ശാശ്വതമായ വരമായിട്ട് അവൻ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ അവന് നേടാൻ കഴിയുന്നു. മദ്ഗീതഃ ഞാൻ പറഞ്ഞു തന്ന എന്നാൽ പറയപ്പെട്ട ഈ ഗീതാത്ത് രുദ്രഗീതത്തിൽ സുപ്രീതഃ വളരെ സംതൃപ്തനായ ഭഗവാനിൽ നിന്ന് ശ്രേയസാം ഏകവല്ലഭ ഒരേ ഒരു ആശ്രയസ്ഥാനമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ഒരേ ഒരു എല്ലാവരുടെയും ആശ്രയസ്ഥാനമായ ആ ഭഗവാൻ ഈ ഞാൻ പറഞ്ഞു തന്ന രുദ്രഗീതം നിങ്ങൾ നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ സംപ്രീതനായിട്ട് ഭഗവാൻ സംപ്രീതനായാൽ എന്തൊക്കെയാണോ നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഭഗവാൻ സാധിച്ചു തരുന്നു അനുഗ്രഹമായിട്ട്. അത് സ്ഥിരമായി തന്നെ കുറച്ച് നാൾ അനുഭവിച്ചെടുക്കാനല്ല, അതാണ് സ്ഥിരമായി അസത്വരം സ്ഥിരമായി നിൽക്കുന്ന വരമായി തന്നെ അത് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ്. ഇത് വെറുതെ ജപിച്ചതുകൊണ്ട് നേടാൻ സാധിക്കുന്നു എന്നല്ല. എന്താണോ ഈ രുദ്രഗീതത്തിൽ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി ഭഗവാനിൽ ശരണാഗതി അടഞ്ഞ ഭക്തിയെ കൊണ്ടുവന്ന് ഈ അർത്ഥത്തെ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിച്ച് ഈ രുദ്രഗീതം നിത്യവും ജപിച്ചാൽ ഭഗവാൻ സംപ്രീതനാവുകയും എന്താഗ്രഹം എന്താണോ ഈ ഭൗതിക ലോകത്ത് ആഗ്രഹിക്കുന്നത് അതെല്ലാം സാധിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 78. ഇദം യഹ കല്യ ഉത്ഥായ പ്രാഞ്ജലി ശ്രദ്ധയാന്വിതഃ ശൃണുയാത് ശ്രവയേത് മർത്യഃ മുച്യതേ കർമ്മബന്ധനൈഃ. ഇദം ഈ രുദ്രഗീതത്തെ യഹ ആരാണോ കല്യ രാവിലെ തന്നെ ഉത്തായ പുലർച്ചെ എഴുന്നേറ്റ് പ്രാഞ്ജലി കൈകളോടെ ശ്രദ്ധയാന്വിത വളരെ ശ്രദ്ധയോടെ ശൃണുയാത് സ്വയം ജപിക്കുകയും ശൃണുയാത് എന്ന് വെച്ചാൽ സ്വയം ജപിക്കുകയും ശ്രവിക്കുകയും ഇനി ശ്രാവയേത് മറ്റൊരാളെ ശ്രവിക്കാനായിട്ട് പ്രേരിപ്പിക്കുക മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന മർത്യഃ മനുഷ്യൻ അവൻ കർമ്മബന്ധങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് മോചിക്കപ്പെടുന്നു. മുച്യതേ. അപ്പോൾ നിത്യവും രാവിലെ എഴുന്നേറ്റ് ആരാണോ ഭക്തിയോടും ശ്രദ്ധയോടും ആദരവോടും കൂടി ഈ രുദ്രഗീതത്തെ കേൾക്കുകയും ജപിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് അവൻ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതനാകുന്നു. ശ്ലോകം 79. ഗീതം മയാ ഇദം നരദേവനന്ദന പരസ്യ പുംസഃ പരമാത്മനഃ സ്തവം ജബന്ത ഏകാഗ്രതിയ തപോ മഹത് ചരധ്വം അന്തേ തദ ആപസ്യത ഈപ്സിതം ചരധ്വം അന്തേ തദ ആപസ്യത ഈപ്സിതം. മയാ ഇദം ഗീതം എന്നാൽ പറയപ്പെട്ട ഈ രുദ്രഗീതം നരദേവനന്ദന അല്ലയോ രാജാവിൻ്റെ പ്രാചീന ബർഹിസ് രാജാവിൻ്റെ പുത്രന്മാരായ പ്രചേതസ്സുകളെ പരസ്യ പുംസഃ പരമാത്മനഃ സ്തവം പരമപുരുഷനായിട്ടുള്ള ആ പരമാത്മാവിൻ്റെ ഈ സ്തോത്രത്തെ ഈ രുദ്രഗീതത്തെ ജപിച്ചാലും ഏകാഗ്രമായ ബുദ്ധിയോടെയും മനസ്സോടെയും തപോമഹത്ത് ജപിച്ച് മഹത്തായ തപസ്സിനെ ചരത്വം അനുഷ്ഠിക്കുക. അവസാനം അതിൻ്റെ അന്ത്യത്തിൽ തതഹ അതിൻ്റെ ആ അവസ്ഥയെ അപസ്യതേ ഈപ്സിതം അതായത് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങൾ നേടുകയും ചെയ്യും എന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രചേതസ്സുകളെ ഭഗവാൻ പരമാത്മാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ സ്തോത്രമാകുന്ന എന്നാൽ പറയപ്പെട്ട ഈ രുദ്രഗീതം ഏകാഗ്രമായ ബുദ്ധിയോടെയും മനസ്സോടെയും ജപിച്ചുകൊണ്ട് നിങ്ങൾ മഹത്തായ തപസ്സനുഷ്ഠിക്കൂ. അതിൻ്റെ അവസാനത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് അത് ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകും. ഇത്രയുമാണ് മഹാദേവൻ പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുത്ത രുദ്രഗീതം. മനസ്സിലായില്ലേ? ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളെ അധ്യായം 25.